അങ്ങനെയൊന്നും രാഷ്ട്രീയത്തിൽ പറയാൻ കഴിയില്ല. പ്രവചനങ്ങളൊന്നും വേണ്ട, നമുക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാലത്തിനനുസരിച്ചും ഓരോ പിന്നെ എന്താ പറയുക, ഓരോ സമയത്തുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിയിട്ടുമാണ് ഒരു നേതാവിനെ വെക്കുക. അപ്പം അതൊന്നും ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നതല്ല. സമയോചിതമായ ഒരു തീരുമാനമായി വരുന്ന തീരുമാനങ്ങളാണ് ഇത്തരം തീരുമാനങ്ങൾ. അത് വരുമ്പോൾ നമുക്ക് പറയാം. ഈ LDF ഇറക്കിയ പ്രകടന പത്രികയിൽ ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട് തെറ്റ് വന്നു. പ്രകടന പത്രിക തിരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അത് അറിഞ്ഞിരുന്നു. ആ ബഫർ സോണുമായി ബന്ധപ്പെട്ട് പിന്നീട് തിരുത്തൽ വരുത്തി. ഇറക്കിയ പ്രകടന പത്രിക തിരുത്തി. അത്ര ബുദ്ധിയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. വേറെന്ത് ചെയ്യാനാണ്? അവരൊരു ഗതികേട് എന്നല്ലാതെ വേറെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബഫർ സോണിലേക്ക് ദൂരപരിധി കൃത്യമായിട്ട് നിശ്ചയിച്ച് നൽകുന്നതൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ മാനിഫെസ്റ്റോ വന്നപ്പോൾ ഇതിനകത്ത് ഇതൊന്നും ഇല്ല. അത്രയേ വിവരമുള്ളൂ. അല്ല, മുഖ്യമന്ത്രി വായിച്ചു നോക്കാതെയാണ് ഇറക്കിയത്. അങ്ങനെയൊന്നും ഇറക്കരുത് എന്ന് മനസ്സിലാക്കേണ്ട സാമാന്യ ബുദ്ധി വേണ്ടേ? അത് വായിച്ചു നോക്കണ്ടേ? മുഖ്യമന്ത്രിയല്ലേ വരുന്നില്ല, സാധാരണ ഒരു മന്ത്രിയല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹം അങ്ങനത്തെ ഒരു കടലാസിന്റെ അകത്ത് ഒപ്പിടുമ്പോൾ ഇതെല്ലാം A-Z വായിച്ചു നോക്കിയിട്ടല്ലേ ചെയ്യേണ്ടുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മൈനസാണെന്ന് നടത്തും. വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. കടന്നുപോയോ? വനവാസത്തിന് പോകുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. രാഷ്ട്രീയ അദ്ദേഹം അങ്ങനെ പോകാണ്ടിരിക്കട്ടെ എന്ന് നമ്മളെല്ലാം അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അല്ല, അദ്ദേഹം ഇത് സംഭവിച്ചാൽ അദ്ദേഹം പോണ്ടേ? പോണം. അത് പോകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം. യൂണിവേഴ്സിറ്റി കിട്ടിയില്ലെങ്കിൽ വിദ്യാർത്ഥി വന്നില്ലെങ്കിൽ വനവാസത്തിന് കൊണ്ടുവരുമല്ലോ സ്വാഭാവികമായിട്ടും. വാക്ക് പാലിക്കുന്ന ചെയ്യുന്ന നേതാക്കന്മാരാണെങ്കിൽ പോണ്ടേ. അപ്പോ അതിൽ നമുക്ക് സങ്കടവും പ്രയാസവും ഉണ്ട്. അതുകൊണ്ട് ഞാനൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. സംഭവിച്ചില്ലെങ്കിൽ വാക്ക് പാലിച്ച് മതിയാവുള്ളൂ. അതെ. മത്സരിക്കാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളുണ്ടോ കേന്ദ്ര നേതൃത്വത്തിന്റേത്? മത്സരിക്കാതെ നിന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറുകളുണ്ടോ? വലിയ അവാർഡ് കൊടുക്കും. വലിയ അവാർഡ് കൊടുക്കും. കുറച്ച് ഭൂമിയും കുറച്ച് നെല്ലും കുറച്ച് പിന്നെ ഒക്കെ കൊടുക്കും. പദവികളായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പദവികളായിട്ട് എന്താ കൊടുക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഇപ്പം പറയാൻ സമയമില്ല. ഞാനിങ്ങ് പോയിക്കോട്ടെ, പോകാനാണ്. സ്റ്റെപ്പ്